പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജൂൺ 30 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ 10,000-കണക്കിന് മക്കള് കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട്. ഈശോയെ, അവരിന്ന് രാവിലെ ചെല്ലുന്ന പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീരിപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ, കർത്താവുടെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ, അവരുടെ ജീവിത യാവനങ്ങൾക്ക് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ, തൊഴിലുകൾ, അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം
അവരെന്ത് കാര്യമാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്, ഏത് കാര്യമാണ് ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത്, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിൽ നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിൻ്റെ സംസാരങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, അത് നല്ലതോ ചീത്തയായാലും നടപ്പിൽ വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിനക്ക് ലഭിക്കട്ടെ. ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തലികമായ അധികാരത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്നു. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരുണ്ട്, കരളിന് ഫാറ്റി ലിവറുള്ളവരുണ്ട്, കിഡ്നിക്ക് ബൾജിങ്ങുള്ളവരുണ്ട്, ചുരുങ്ങുന്നവരുണ്ട്, അതുപോലെ നട്ടലിന് കശേക തെറ്റിപ്പോയവരുണ്ട്, പലതരത്തിലും ജോലി എടുക്കാൻ പറ്റാത്തവരുണ്ട്, ഇനി വേരെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് ഓർത്തുകൊണ്ട് കണ്ണീരിടുന്നവരുണ്ട്. അവരെല്ലാം കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നീശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കാമേ. എൻ്റെ മക്കളെ, കുറേ ഈ ജീവിത പ്രശ്നങ്ങളെ അവനെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ, പ്രാർത്ഥനയ്ക്ക് പൊരിയുണ്ടാകാൻ. ഇപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത്? അപ്പം അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പൊരിയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം. പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി, നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവസ്നേഹം ഉണ്ടാകണം, ദൈവവിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. ലൂക്ക 10:26 അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത്, അതായത് വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? അതാണ് പ്രശ്നം. വാട്ട് യു മീൻ ഇറ്റ്? അതെ, വചനത്തിൽ എന്ത് എഴുതിയാലുവേ ഓരോ അണ്ണന്മാരത് എങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ? ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവർ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ചില പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യം ഇപ്പം തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഹന്നാൻ 5:6 അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ? കാര്യമേ ഇതാണ് എൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷൻഡായി പോകും ആൾക്കാർ. അപ്പം അവർക്ക് അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ സുഖം പ്രാപിക്കണേ, സുഖം പ്രാപിക്ക് നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് മെഴുകിയിരിക്കുകയും. അപ്പോൾ അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധതലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവൻ്റെ അവബോധ തലത്തിൽ അവൻ പറയണത് സുഖം പ്രാപിച്ച് എൻ്റെ വിധി ഇവിടെ കിടന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, തീരണം നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവും. അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ യെസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയണ കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയിൽ പൊരിയുണ്ടാവും, പ്രാർത്ഥനയുണ്ട്, സ്പാർക്കുണ്ടാവും. അപ്പം അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം, പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കണം, ഈ വചനം ഉണ്ടല്ലോ, വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ള, എപ്പോഴും വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഇപ്പം ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം,
എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറയുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ കണ്ണൊക്കെ നിറയുന്നില്ല. അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടാകും. ഞാൻ എങ്ങനെ ചിന്തിച്ചൊക്കെ ഹരിച്ചും കുണിച്ചും നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശോയെ പറയാൻ തുടങ്ങി, ഈശോയെ എനിക്ക് കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണം മുമ്പത്തേക്കാളും. ഉണ്ട്, ഇല്ലെന്നല്ല, മുമ്പത്തേക്കാൾ. കാര്യം ഇതിന് ഒരു അറ്റമാർത്തി, ആത്മീയത അനുഭവത്തിന് അറ്റമാർത്തിയും ഇല്ലേ. അത് നമ്മൾ കുറേ ക്ലേശത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത്. അല്ല, നിങ്ങളൊക്കെ ഓർക്കണത് എൻ്റെ ക്ലേശം കഴിയട്ടെ. ചില ആൾക്കാർ ഉടമ്പടി തിരി വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ ചേച്ചി ഉടമ്പടി എടുത്തണം, എടുത്തേ, തീ കത്തിച്ചിട്ടില്ല, അത് മകൾ പ്രസവിക്കാമെന്ന് നിൽപ്പുണ്ട്. അവളുടെ പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേ തിരി കത്തിക്കാതിരിക്കും. എന്ത് പറയാനാണ് കാര്യം. നമ്മളെ കടലിലെ വെള്ളമെല്ലാം തിരയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് വല്ലവർക്കും കടലിൽ കുളിക്കാൻ പറ്റുക? ആ തിരയിലാണ് ആൾക്കാർ കുളിക്കുന്നത്. പ്രസവങ്ങളിലാണ് പ്രാർത്ഥന. പ്രസനവും ഉണ്ടാവും, പ്രാർത്ഥനയും ഉണ്ടാവും. അത് രണ്ടും ഒരുമിച്ച് പോകും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.